Hi, hi. Hi. Hi, hi. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾ വയനാട്ടിലേക്ക് പോകണം. വയനാട്ടിലെ പല കാണാത്ത സ്ഥലങ്ങളും കാണാനായിട്ട് പോകണം. ഇതുവരെ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ. നല്ല മഴയുണ്ട് കേട്ടോ, സൂപ്പർ മഴയാണ് പുറത്ത്. അതുകൊണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും പറയാൻ പറ്റില്ല അവിടെ ചെല്ലുമ്പോൾ. പിന്നെ അനിയൻ ഫാമിലി വരുന്നുണ്ട്, അതായത് എൻ്റെ അനിയത്തി, ഹസ്ബൻഡ്, അവരുടെ 2 മക്കളും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 7 പേര് ഒരുമിച്ചാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അവർക്ക് വരും, അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കണം. അപ്പോൾ 2 ദിവസത്തെ സ്റ്റേ ഒക്കെ കരുതിയാണ് ഞങ്ങൾ പോകുന്നത്. 2 നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാം, പിന്നെ 3 ഡേയ്സ് കിട്ടും നമുക്ക്. അപ്പോൾ ഇത്രയും ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോകണം. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ 3 പേരും ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകും. കോഴിക്കോട് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകും, കോടഞ്ചേരി. അവർ 4 പേരും കൂടെ ഒരുമിച്ച് തിരിച്ചും പോയി. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനിങ്. എത്രത്തോളം ആവും, അവിടെ ചെന്ന് വയനാട്ടിൽ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പെരുമഴയാണോ, ഞങ്ങൾ മഴയിൽ പെടുമോ? ഉച്ച കഴിഞ്ഞൊക്കെ മഴയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എത്രത്തോളം കറക്റ്റായിട്ട് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പ്ലാൻ ഇട്ട കാര്യങ്ങൾ എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇവിടെ ഞങ്ങളുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. പുറത്ത് നല്ല സൂപ്പർ മഴയാട്ടോ. ഇപ്പോൾ സമയം 5 മണിയാവാണ്. അപ്പോൾ ഞങ്ങൾ 5 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ അനിയൻ ഫാമിലി ഇപ്പോൾ വരും, അനിയനും അനിയത്തിയും ഫാമിലി ഇപ്പോൾ വരും. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കണം. മഴയത്താണ് ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാ അനിയൻ ഫാമിലി വണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ വരുന്ന വണ്ടി. പെരുമഴ. ഞങ്ങളങ്ങനെ ഇതാ വെളുപ്പിന് 5 മണിക്ക് ഞങ്ങളുടെ വയനാട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അനിയത്തി ഫാമിലിയൊക്കെ എത്തി. ഞങ്ങൾ വയനാട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി എടുത്ത്, അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന 7 സീറ്റർ വണ്ടി. അപ്പോൾ അതാകുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാമല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു കുറച്ച് ദൂരത്തെ യാത്രയൊക്കെ കഴിപ്പിക്കുക. എല്ലാവരും മടുത്തു ശരിക്കും പറഞ്ഞാൽ, രാവിലെ തന്നെയുള്ള യാത്ര. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് എന്നിട്ട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആയിട്ടോ, കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ നിന്നൊന്ന് ഫ്രഷായി അതിന് ശേഷം വീണ്ടും വണ്ടി കയറി പിന്നെ യാത്ര തുടരാം കേട്ടോ. മഞ്ചേരി എത്താറായി. മഞ്ചേരി അങ്ങനെ കുറേ ദൂരത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം. അപ്പോൾ ഏതെങ്കിലും നല്ല ഹോട്ടലൊക്കെ നോക്കി ഇറങ്ങണം എന്ന് വിചാരിച്ചു. മഴയൊക്കെ പോയിട്ടോ, ആകാശം തെളിഞ്ഞിട്ടില്ല, വരുന്നുള്ളൂ. എന്തായാലും ഇന്നും മഴക്കാലം തന്നെയാണ്, മഴയുണ്ടെന്ന്. മഞ്ചേരിയിലേക്ക് എൻ്റർ ചെയ്തു നമ്മൾ. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് അരീക്കോട്. ഇത് കഴിഞ്ഞാൽ അരീക്കോടാണ്. എന്തായാലും മഴ നിന്നപ്പോൾ വഴിയൊക്കെ ക്ലിയർ ആയിരുന്നു. ഇവിടേക്ക് മഴ പെയ്തിട്ടില്ല, ഇവിടെ പെയ്തിട്ടില്ല, ഇവിടെയൊന്നും മഴ പെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അനിയനാട്ടോ. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അനിയനാണ് വണ്ടി ഡ്രൈവ് ചെയ്യണത്. 2 പേർക്കും ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, 2 പേരും മാറി മാറി ഡ്രൈവ് ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞത് ആ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി. ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇതാ ഒരു ഹോട്ടലിൽ കയറിയിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഓർഡർ കൊടുത്തു. അപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഓർഡർ കൊടുത്തിരുന്നത് അപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ അങ്ങനെ ഇതാ വെള്ളയപ്പം എത്തിയിട്ടുണ്ട്, വെള്ളയപ്പവും മുട്ടക്കറിയും. അപ്പോൾ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗത്തിൽ തന്നെ ഞങ്ങൾ കഴിച്ച് ഇതാ പെട്ടെന്ന് തന്നെ ഇറങ്ങണം കേട്ടോ അവിടെ നിന്നും. കാരണം ഇനി നമുക്ക് വയനാട്ടിലേക്ക് എത്താൻ ഒരുപാട് ദൂരം യാത്ര ചെയ്യണം. അപ്പോൾ അതാ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് അവർക്ക് കുടിക്കാൻ വെള്ളവും അതുപോലെ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ച് വഴിയിലൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടരാം കേട്ടോ.
ഇവിടെയൊക്കെ നല്ല പച്ചപ്പാണ്. റോഡിൻ്റെ 2 സൈഡിൽ നല്ല സൂപ്പർ പച്ചപ്പും കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഒരുപാട് ദൂരെ യാത്ര ചെയ്തു, പക്ഷേ ഇനിയും ഒരുപാട് ദൂരം കൂടെ മുന്നോട്ടേക്കുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് സമയമൊക്കെ വണ്ടിയിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. കുറച്ച് സമയം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമൊക്കെ ഞങ്ങൾ ഉറങ്ങിയെങ്കിലും പിന്നെ ബാക്കിയുള്ള സമയത്തൊക്കെ ഞങ്ങളിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചുള്ളൊരു യാത്ര ശരിക്കും നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. വയനാട് വരെ നല്ല ദൂരമുണ്ട്, എന്നാലും എല്ലാവരും കൂടെ ആസ്വദിച്ച് യാത്ര ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ അത്. ഞങ്ങളങ്ങനെ യാത്ര ചെയ്ത് അടിവാരത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ പയ്യെ മുകളിലേക്ക് കയറാൻ പോണ്. ചുരം കയറാനുള്ള സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ 1ാം വളവിൽ എത്തിയിട്ടുണ്ട്. വണ്ടി എങ്ങനെ വളഞ്ഞ് കയറുന്നു. ഡ്രൈവർ മാറിയിട്ടോ. ഇപ്പോൾ ഇതാ ലേട്ടനെ വണ്ടി ഓടിപ്പിക്കണേ. ജോജി അവിടെ സൈഡിലിരിക്കുന്നുണ്ട്. അനിയത്തി ഫാമിലിയൊക്കെ ആദ്യമായിട്ടാട്ടോ വയനാട്ടിലേക്ക് വരുന്നത്. അവരിതുവരെ വയനാട് കണ്ടിട്ടില്ല, വയനാട് സൈഡിലേക്ക് അവർ വന്നിട്ടേ ഇല്ല. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു ട്രിപ്പാണ് വയനാട്ടിലേക്കുള്ള അവരുടെ ട്രിപ്പ്. ഞങ്ങളിതിന് മുൻപും പലപ്പോഴും വന്നിട്ടുണ്ട്. നല്ല കോട കാണാം കേട്ടോ, നല്ലപോലെ തന്നെ കോടയുണ്ട്. ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. എന്തായാലും മഴയില്ല, അത് വലിയ ഭാഗ്യം. മഴയുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതേപോലെ ഇത്രയും കൂടെ കാഴ്ചകൾ കാണാൻ പറ്റില്ലായിരുന്നു. അനിയത്തി ഫാമിലി ആദ്യമായിട്ട് വരുന്നതാണ് വയനാട് ചുരം കാണാനായിട്ട്. അവർ കണ്ടിട്ടില്ല. ദൂരേക്ക് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. കോടമഞ്ഞൊക്കെ കാണാം നമുക്ക് ദൂരെ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. കാലാവസ്ഥ മഴയൊന്നും പെയ്യാണ്ട് നിൽക്കുന്നത് കൊണ്ട് വലിയ വെയിലൊന്നുമില്ല. മഴക്കാരൊക്കെ ഉണ്ടാനും, പക്ഷെ എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് മഴയില്ല. അപ്പോൾ ഞങ്ങൾ 2ാം വളവിൽ എത്തിയപ്പോൾ ഒത്തിരി പേരവിടെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന കണ്ടു. അപ്പോൾ ഞങ്ങളും അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളുടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ആ 2ാം വളവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ബസ്സൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് അതൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. താഴേന്ന് ഇങ്ങനെ കയറി വന്ന് മുകളിലേക്ക് പോകുന്ന പോക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്നു. അതോടൊപ്പം കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഗ്രൂപ്പായിട്ടും പിന്നെ ഫാമിലി ആയിട്ടൊക്കെ ഉള്ളത് അങ്ങനെയൊക്കെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കണം. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിന്നത് 2ാം വളവിലാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വേഗം മുന്നോട്ടേക്ക് നീങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ ടൈമിന് എത്തില്ല. വയനാട്ടിൽ ചെന്നുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് ചിലപ്പോൾ ടൈം വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ പയ്യെ നീങ്ങണം കേട്ടോ. 6ാം വളവും കഴിഞ്ഞു. ഇനി 7ലേക്ക് കുറച്ചധികം ദൂരമുണ്ട്. നല്ല ഇരുണ്ട് കൂടി നിൽക്കുന്നുണ്ട്. മഴ ഏത് സമയവും വരാം. ഇങ്ങനെയൊക്കെയാണ് കയറി എത്തണവരെയൊക്കെ ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടുപോകാം. അപ്പം ഞങ്ങളങ്ങനെ 9ാം വളവിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കോടയുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടേക്ക് നമ്മൾ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് മഴയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആകെ ഇരുണ്ട് കൂടിയൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും കാണാം, പകൽ ടൈം ആയതുകൊണ്ട് നമുക്ക് കണ്ടുപോകാം. പക്ഷെ നല്ല കോടയാണ്, ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. ഞങ്ങളങ്ങനെ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുക കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ വന്ന് ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ മഴ പെയ്തു തുടങ്ങി, മഴ സ്ട്രോങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുടയില്ലാതെ നിൽക്കാൻ പറ്റില്ല.
എന്തായാലും ഞങ്ങളും ഇറങ്ങി കേട്ടോ, വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളും ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാനായിട്ട്. എന്തായാലും ഇവിടുന്ന് ഉള്ള കാഴ്ച എന്ന് പറയുന്നത് നല്ല അടിപൊളി കേട്ടോ. പിന്നെ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം നേരം നിൽക്കാൻ തോന്നണില്ല. എന്നാലും ഇവരുടെയൊക്കെ കൊച്ചുമക്കളുടെയൊക്കെ തലയിൽ തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ എടുത്തു വെച്ച് ചേട്ടൻ്റെ തലയിൽ ടർക്കി ടവലൊക്കെ ഇട്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഉള്ള കുടയൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തതാ ഇറങ്ങി. അപ്പോൾ നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. ആകെ കോടയായിട്ട് ഒന്നും കണ്ടുകൂടാട്ടോ. തൊട്ടടുത്തുള്ള മരം കാണാം, അത്ര മാത്രം, വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കാഴ്ചകളെല്ലാം കണ്ടു പോകാൻ പറ്റിയായിരുന്നു. എന്തായാലും സൂപ്പർ വ്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഒട്ടും തന്നെ മറക്കാൻ പറ്റാത്തൊരു വയനാട് ട്രിപ്പായിരുന്നത്. നല്ലപോലെ തന്നെ എൻജോയ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് വണ്ടികൾ പോകുന്നതും പ്രകൃതി ഭംഗിയും എല്ലാം കണ്ട് പോകാൻ പറ്റിയ നല്ലൊരു ഫ്രീ ടൈം. കൊച്ചുമക്കൾക്കൊക്കെ ആണെങ്കിൽ ഹോളിഡേയ്സാണ്, ഞങ്ങൾക്കും അങ്ങനെ ഹോളിഡേ കിട്ടിയൊരു സമയം. അപ്പോൾ എന്തായാലും ഒരുമിച്ചുള്ള യാത്ര ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും വണ്ടി കയറി. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്നാലും നമുക്ക് ഗ്ലാസ് കൂടെയൊക്കെ കുറച്ച് ശശിയൊക്കെ ആയിട്ട് ആ പ്രകൃതി ഭംഗിയൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ കണ്ട് വയനാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ബോർഡ് കാണാം, വെൽക്കം ടു വയനാട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഇപ്പോൾ കരിന്തണ്ടൻ സ്മാരകം നമുക്കിവിടെ കാണാം. അത് നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ തൊട്ടടുത്ത് തന്നെ എഴുതി വെച്ചിരിക്കുന്നതും അതൊക്കെ നമുക്ക് കാണാം. ഞാനും അനിയത്തിയും വണ്ടിയിൽ തന്നെയൊക്കെ ഇരുന്ന് കണ്ടോളൂ. പക്ഷേ ചേട്ടനും അനിയനും കുഞ്ഞുമക്കളൊക്കെ പോയിട്ടുണ്ട്. അവരെല്ലാവരും അവിടെ തൊട്ടടുത്ത് തന്നെ പോയി നിന്ന് കാണണം, ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വയനാട് ചുരത്തിനെ പറ്റിയുള്ള ഐതിഹ്യങ്ങൾ, കാര്യങ്ങൾ, കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം, അവിടെ എഴുതി വെച്ചേക്കുന്നതൊക്കെ വായിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയത് കേട്ടോ അവർ. അപ്പോൾ അവിടെ നിന്ന് അവരും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അതിന് ശേഷം അവർ തിരിച്ചു വരണം. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളിതാ യാത്ര തുടർന്നു. അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങളിപ്പോൾ ആദ്യം കാണുന്നതെന്ന് പറയുന്നത് അൾട്രാ പാർക്ക്, വയനാട് അൾട്രാ പാർക്ക് എന്നും പറഞ്ഞ് നമുക്ക് റോഡ് സൈഡിൽ തന്നെ ഒരു പാർക്ക് കാണാം. അപ്പോൾ അവിടെ ഞങ്ങളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് പാർക്കിൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയതോ അങ്ങനെ വലിയവർക്കൊക്കെ ഉണ്ട്, നമുക്ക് പോയി എൻജോയ് ചെയ്യാം എന്നും പറഞ്ഞതാ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്കവിടെ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ, മുകളിലേക്ക് കയറാനൊക്കെയുള്ള ടിക്കറ്റ്. മുകളിലായിട്ടാണ് പാർക്ക്. നല്ല തിരക്കുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇവിടെ. എന്തായാലും നമ്മൾ നടക്കണം. മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പെയ്യുന്നില്ല. ഞങ്ങൾ ചുരത്തിലെത്തിയ സമയത്ത് മുകളിലേക്കൊക്കെ എത്താറായ സമയത്ത് നല്ല മഴയായിരുന്നു. ഈ പാർക്ക് ഇങ്ങനെ അല്പം മുകളിലേക്കാട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തണം. തൊട്ട് ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വയനാട് അൾട്രാ പാർക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുകളിലെത്തിയിട്ട് വേണം നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറി പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പോകാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വയനാട്ടിലേക്ക് എത്തിയത് ഒരു 11 മണിയോടുകൂടി കേട്ടോ. രാവിലെ 5 മണിക്ക് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ 11 മണിയോടുകൂടി ഞങ്ങളങ്ങനെ വയനാട്ടിലെത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വയനാട് കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ നല്ല പച്ചപ്പാട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി കഴിഞ്ഞിട്ട് ഓരോ കാഴ്ചകൾ കണ്ടപ്പോൾ അവിടെ നിന്ന് കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാം കേട്ടോ. നല്ല സൂപ്പർ കാഴ്ചകളാണ്. നമുക്ക് പിന്നെ അവിടെ തന്നെ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ തോന്നും. അത്രയും ഭംഗിയുള്ള നല്ല സൂപ്പർ കാഴ്ച, സൂപ്പർ പാർക്കാട്ടോ വയനാട് അൾട്രാ പാർക്ക്. താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറി വരുംതോറും ആ ഒരു പ്രകൃതി ഭംഗി കാണാൻ ഒരു പ്രത്യേക രസം കേട്ടോ. ആരും അവിടെ നിന്ന് പോകും കാഴ്ചകൾ കാണാനായിട്ട്. പിന്നെ മുകളിൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. നമുക്ക് ഇതുമ്പോൾ കയറാൻ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റുമ്പോൾ കൊടുത്തിരിക്കുന്നത് സ്കൈ വാക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവിടെയൊക്കെ നിന്നുള്ള വ്യൂകളൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാനും അനിയത്തിയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അവിടെ നിന്ന്. അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ചെയേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിമേക്ക് ഇരുന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങളും അങ്ങനെ ഫാമിലിക്കായിട്ടും പിന്നെ അവർ ചേട്ടനും അനിയനും ഞാനും അനിയത്തിയും അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ വ്യൂ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മുകളിലേക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് പോകണം.
അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് കേട്ടോ അവർ മുകളിലേക്ക് വിടുന്നത്. മുകളിൽ കയറി അവരിറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ഗ്രൂപ്പായിട്ട് വിടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ സൈഡിൽ കൊടുത്തിരിക്കുന്ന റെയിലിങ്സുമൊക്കെ പിടിച്ച് പയ്യാണ് കേട്ടോ നടക്കുന്നത്. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് മനസ്സിലൊരു പേടി തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം താഴേക്ക് നോക്കാതെ അവോയ്ഡ് ചെയ്ത് അങ്ങനെ സൈഡുകളിലേക്കൊക്കെ നോക്കി എൻ്റെ സൈഡിലത്തെ സ്ലൈഡിങ് ഒരു കമ്പികളുമൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ആയിട്ടോ നടക്കുന്നത്. പിന്നെ മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഉണ്ട് ഗ്ലാസ്സിന്. അപ്പോൾ അവിടെ അവർ വർക്കേഴ്സ് ഉണ്ട്, അവരത് വെള്ളമൊക്കെ ഇങ്ങനെ വൈപ്പർ വെച്ച് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും. എന്തായാലും ഞങ്ങൾ കയറിയ സമയത്ത് മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതാ പയ്യെ ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ അങ്ങേ അറ്റം വരെ എത്തി കേട്ടോ. ബ്രിഡ്ജിൻ്റെ ഏറ്റവും അറ്റത്തെത്തി കഴിയുമ്പോൾ പിന്നെ നമ്മൾ താഴേക്ക് നോക്കുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ വ്യൂ ആട്ടോ. വണ്ടികളൊക്കെ പോകുന്ന കാണാൻ ഇപ്പോൾ നല്ല രസമാട്ടോ. റോട്ടിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ ഫുൾ പച്ചപ്പാണ്. താഴോട്ടേക്ക് നോക്കുമ്പോൾ നല്ല ഗ്രീനറി ആട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു. അങ്ങനെ ചെറുതായിട്ട് നമ്മുടെ പേടിയൊക്കെ ഒന്ന് മാറി. പിന്നെ പയ്യെ താഴേക്കൊക്കെ നോക്കാൻ തുടങ്ങി, ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ താഴോട്ടേക്കൊക്കെ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം പയ്യതാ മുകളിൽ നിന്ന് താഴേക്ക് ഞങ്ങൾ ഇറങ്ങണം കേട്ടോ. അപ്പം അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. തിരിച്ചു പോകലും വളരെ സൂക്ഷിച്ച് തന്നെ വേണം. കാരണം ഗ്ലാസ്സെല്ലാം നല്ലപോലെ തന്നെ നനഞ്ഞ കിടക്കുന്ന. പിന്നെ ഞങ്ങൾ ഇറങ്ങേണ്ട ടൈം ആയപ്പോഴേക്കും തന്നെ മഴ ചെറുതായിട്ട് പെയ്യാൻ തുടങ്ങി. അപ്പോൾ സൈഡുകളിൽ കമ്പികളുമൊക്കെ പിടിച്ച് ഞങ്ങൾ പയ്യായിട്ട് ഇറങ്ങണം. എന്തായാലും മുകളിലേക്ക് കയറിപ്പോയപ്പോൾ ഉണ്ടായിരുന്ന അത്രയും പേടിയൊന്നും ഇറങ്ങി പോകാൻ നേരത്തെ തോന്നിയില്ല കേട്ടോ. അത്രയൊന്നും ഉണ്ടായിരുന്നില്ല പേടി. എന്തായാലും കുറച്ചും കൂടിയൊക്കെ ധൈര്യം സംഭരിച്ച് ഞങ്ങൾ അങ്ങനെ പയ്യെ ഇറങ്ങിപ്പോകണം. അത്രമാത്രം പേടിക്കാനൊന്നും ഇല്ല എന്ന് നമുക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് തോന്നും. പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഊഞ്ഞാലൊക്കെ കണ്ടു. അപ്പോൾ ഇങ്ങനത്തെ ഊഞ്ഞാലുമൊക്കെ ഇരുന്ന് ആടുന്നതിന് നമുക്ക് സ്പെഷ്യൽ ചാർജ് ഒന്നുമില്ല. അപ്പോൾ ഇതിന്മേക്ക് ഇരുന്ന് ഞങ്ങൾ ഇത്തിരി നേരം ആടി. പക്ഷേ ഈ ഊഞ്ഞാലുമ്പോൾ നമുക്ക് ഒത്തിരി ഹൈറ്റിലേക്കൊന്നും ഊഞ്ഞാലാടാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ടിക്കറ്റ് വേറെ എടുത്ത് അവിടെ അടുത്ത് തന്നെയുണ്ട് നല്ല ഹൈറ്റിൽ ഒരു ഊഞ്ഞാലുമൊക്കെ അടിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ടിക്കറ്റ് എടുത്ത് ക്യൂവിലൊക്കെ നിന്ന് അങ്ങനെയൊക്കെ പോകണം. അപ്പോൾ അതിനൊന്നും അത്രയും ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോയില്ല. പിന്നെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളെല്ലാവരും മാറി ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് സമയം ഇവിടെയുള്ള ഈ ഊഞ്ഞാലുമൊക്കെ ഒന്ന് ആടി. അതിന് ശേഷം പിന്നെ 3D ഷോ പോലത്തെ ഒരു ഷോ ഉണ്ട് അവിടെ. അപ്പോൾ അത് കുട്ടികളാണ് മെയിൻലി അത് കളിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും കളിക്കാം കേട്ടോ. അപ്പോൾ അഞ്ജുവിനും അനിയത്തിയുടെ മോനും അത് കളിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് അണ്ടർ വാട്ടർ എന്നുള്ള ഒരു ഇതാണ് എടുത്തത്. വേറെയും 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഇവർ സെലക്ട് ചെയ്തത് അണ്ടർ വാട്ടർ എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഇവർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഗൈഡ് ചെയ്തൊക്കെ കൊടുക്കാൻ അവിടെ ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഗൈഡ് ചെയ്തൊക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെ ഇവർ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇവരുടെ ആക്ഷൻസൊക്കെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കണ്ടിരുന്ന് ചിരിക്കുകയായിരുന്നു. ഇവരുടെ ഓരോ ആക്ഷൻസും ഇവർ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ അവർക്ക് കാണാൻ പറ്റിയിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗെയിമൊക്കെ ഇവർ കളിച്ചു. അതിന് ശേഷം ഞങ്ങളിതാ ഇനി താഴേക്ക് ഇറങ്ങണം കേട്ടോ പയ്യെ. വേറെ ഒത്തിരി റൈഡ്സുകളുണ്ട് ഇവിടെ. പക്ഷെ നമ്മളിനി അതിനൊന്നും പോകുന്നില്ല. കാരണം നമ്മുടെ ഇന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെ നടക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗത്തിൽ തന്നെ ഇറങ്ങണം താഴേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ വയനാട് അൾട്രാ പാർക്കിൽ നിന്ന് ഇറങ്ങാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പൂക്കോട് തടാകത്തിലേക്കാണ്. അപ്പോൾ അവിടെ എപ്പോഴാണ് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ എന്തായാലും അവിടെ വരെ ചെന്ന് നോക്കിയിട്ട് ഇന്ന് പോകാൻ പറ്റുമെങ്കിൽ ഇന്ന് പോകാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം പോകാം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ പോകുന്നു. എല്ലാവർക്കും ആഗ്രഹമുണ്ട് അവിടെ പോയി പൂക്കോട് തടാകം കാണണം, പിന്നെ ബോട്ടിങ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ച് നമ്മളിതാ അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇന്നൊരുവിധം നല്ല റഷ് ഉണ്ട് കേട്ടോ. നല്ല മഴക്കാരും കോടയും എല്ലാം ഉണ്ട്. എന്നാലും ഇപ്പം മഴ പെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ നടക്കുന്നതാണ്. ബോട്ടിങ് എത്രയും വേഗത്തിൽ ചെയ്ത് വരാനുള്ള ആഗ്രഹത്തിൽ നടക്കണം. നല്ല തിരക്കാട്ടോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 3 മണിക്കുള്ള ടിക്കറ്റാണ് കിട്ടുള്ളൂ. 7 പേർക്ക് ഒരുമിച്ച് പോകാം. ഞങ്ങൾ 7 പേരുണ്ട്. അപ്പോൾ 7 പേർക്കും കൂടെ ഒരുമിച്ച് പോകാനുള്ള ടിക്കറ്റ് 3 മണിക്കുള്ളതുള്ളൂ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിക്കണേ.
കാരണം അല്ലെങ്കിൽ ഇപ്പോൾ സമയം 1:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ 1.5 മണിക്കൂർ വേസ്റ്റ് ആക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിച്ച് വരുമ്പോഴേക്കും നമ്മുടെ ടൈമാവും. അപ്പോൾ അതാ ചേട്ടനും അനിയനും കൂടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കാത്തുനിന്നത് വെറുതെ ആയി. ഭയങ്കര കോടമഞ്ഞ്. അപ്പോൾ അതന്നെ കൊണ്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈനിൽ നിന്നവരൊക്കെ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാതെ തിരിച്ചു പോരണം. ഞങ്ങളും പിന്നെ കാണാൻ പറ്റില്ലെങ്കിൽ എന്താ കാര്യം, അതുകൊണ്ട് ഞങ്ങളും തിരിച്ചു പോരണം. സൂപ്പർ മഞ്ഞ്. അങ്ങനെ നിരാശരായി ഞങ്ങൾക്ക് മടങ്ങേണ്ടി വന്നു. കാണാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ബോട്ടിങ് കാണാൻ പറ്റി, പൂക്കോട് തടാകം കണ്ടു, പക്ഷേ ബോട്ടിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തൽക്കാലത്തേക്ക് പ്ലാനൊക്കെ മാറ്റി നമുക്ക് ആദ്യം പോയി ഫുഡൊക്കെ കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ നോക്കാം. ആ സമയത്ത് കോടമഞ്ഞൊക്കെ നല്ലപോലെ കുറവുണ്ടെങ്കിൽ അപ്പോൾ വന്ന് ടിക്കറ്റൊക്കെ കിട്ടുമെന്ന് നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിരിക്കുക കേട്ടോ. എല്ലാവർക്കും വിശപ്പൊക്കെ ആയി തുടങ്ങി. ഈ നേരം വരെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഇപ്പോൾ ഒരുവിധം നല്ല ടൈം ആയിട്ടുണ്ട്. അപ്പോൾ 2 മണിയോടെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഫുഡ് കഴിക്കണം, വിശക്കാൻ തുടങ്ങിയെന്ന് കുട്ടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കോഴിക്കോടൻ ബിരിയാണി കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളിതാ വീണ്ടും ഇവിടുന്ന് തടാകത്തിൻ്റെ സൈഡിലേക്ക് തന്നെ പോകാണ്. കാരണം നമുക്ക് ടിക്കറ്റ് കിട്ടുമെങ്കിൽ എന്തായാലും നമുക്ക് പോകാമല്ലോ. ഇവിടുന്ന് ഒത്തിരി ദൂരം ഇല്ല പൂക്കോട് തടാകത്തിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു കൊടുത്തുന്നു. അപ്പോൾ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഒന്നും കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് തടാകത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോകാം കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും വന്നിരിക്കുകയാണ് പൂക്കോട് തടാകത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോടമഞ്ഞൊക്കെ നല്ല പോലെ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളും അങ്ങനെ ഇതാ ബോട്ടിങ്ങിന് പോവാണ് കേട്ടോ. ഇപ്പോൾ 2ാം ട്രിപ്പാണ് വരുന്നത്. ആദ്യത്തെ ട്രിപ്പ് കോട കാരണം ഒന്നും കാണാൻ പറ്റില്ല, തിരിച്ചു പോയി. ഇപ്പോൾ ഇതാ 2ാം ട്രിപ്പ് വന്ന് ഞങ്ങളും ഇതാ ബോട്ടിങ്ങിന് എന്തായാലും പോകണം എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ നിർബന്ധം പിടിച്ചങ്ങനെ വന്നതുകൊണ്ട് ഇതപ്പോൾ പോകാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ 7 പേരും കൂടെ ഒരുമിച്ചിരിക്കാവുന്ന ബോട്ടിലാട്ടോ കയറുന്നത്. ഇത് വെള്ളത്തിൽ പോയാലോ? അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇതാ ബോട്ടിങ്ങിനായിട്ടിരിക്കുകയാണ് എല്ലാവരും. ബോട്ടിങ് ചെയ്യാൻ നമ്മുടെ 42 അടി ഉണ്ടെന്ന് പറയുന്നത് ചേട്ടൻ. നല്ല താഴ്ച ഉണ്ടെന്ന് പറയുന്നത്, ആഴമുണ്ട്. ഇത് നമ്മുടെ ചേട്ടൻ എന്താ അവിടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 7 പേരിരിക്കുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഒട്ടും തന്നെ ചവിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പെഡൽസ് മറ്റുള്ളവരൊക്കെ പോകുന്നത് 2 പേരും 4 പേരൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തേലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്വയം ചവിട്ടി വേണം ബോട്ട് മുന്നോട്ടേക്ക് നീക്കാനായിട്ട്. കോടയ്ക്കൊന്ന് കുറഞ്ഞ സമയം നോക്കി ഞങ്ങൾ ബോട്ടിങ്ങിന് ഇറങ്ങിയതാണ്. ഇനി മഴയിൽ വിടുമെന്നാണ് പേടി. നേരത്തെ വന്ന് തിരിച്ചു പോയി. ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും 2nd ട്രിപ്പ് വന്നേക്കെന്താ ജോജി, നമ്മൾ രക്ഷപ്പെട്ടു. ബോട്ടിങ് അങ്ങനെ അതെ 3ാം വട്ടം. കഴിഞ്ഞ വർഷം വന്നിട്ടും കയറാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ഇന്ന് വന്നിട്ട് ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഇന്നാണ്. എന്തെങ്കിലും ആവട്ടെ ബോട്ടിൽ കയറി വന്ന സമയത്തായിരുന്നു കറക്റ്റായിട്ട്. ഇപ്പൊ കുറച്ചൊക്കെ ഒരു മോഡലുണ്ടല്ലേ ചെറുതായിട്ട്. ഞങ്ങളങ്ങനെ ഇതാ ഒരു സെൻറ്റർ ഭാഗത്ത് എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് മഴ തുടങ്ങി. ചെറുതായിട്ടൊക്കെയാണ് സ്റ്റാർട്ടിങ് ആയിരുന്നത്, പക്ഷേ പിന്നെ അത് വളരെ സ്ട്രോങ് മഴയായിട്ടോ. അപ്പോൾ ഇതേപോലെ വേറെ ഒത്തിരി ബോട്ടുകളുണ്ടായിരുന്നു ആ സമയത്ത് തടാകത്തിൽ. അപ്പോൾ കൂടുതൽ പേരും സൈഡുകളിലേക്കൊക്കെ കയറി നിൽക്കാനൊക്കെ ശ്രമിച്ചു. ബോട്ടുകളൊക്കെ കുറച്ച് സൈഡിലേക്കൊക്കെ ആക്കി. അത് കഴിഞ്ഞ് പിന്നെ മഴയൊന്ന് കുറച്ച് കുറഞ്ഞ സമയത്താണ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകാനൊക്കെ തുടങ്ങിയത്. എന്തായാലും ബോട്ടിങ്ങൊക്കെ നല്ലപോലെ തന്നെ ചെയ്തു കേട്ടോ. കൂട്ടത്തിൽ ആ ചേട്ടൻ ഉണ്ടായിരുന്നുകൊണ്ട് ചേട്ടന് അവർക്കൊക്കെ ഇത് സ്ഥിരം കണ്ട് ഇങ്ങനെ പതിവായിട്ടുള്ള പരിപാടിയാണ്. മഴയത്തൊക്കെ അവർ എടുക്കാറുള്ളതാണ് ബോട്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് അത്ര വിഷയമൊന്നുമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തനിച്ചൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ പേടിച്ചായിരുന്നേനെ. അപ്പോൾ എന്തായാലും അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടൻ പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ബോട്ടിങ്ങിനെ പറ്റിയൊക്കെ സംസാരിച്ച് ഞങ്ങൾ വളരെ ജോളിയായിട്ടായിരുന്നു കേട്ടോ ചേട്ടനോട് സംസാരിച്ച് അങ്ങനെ ഞങ്ങളിതാ ബോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സൂപ്പർ മഴ കേട്ടോ ഇനി വരുന്നത്. സ്ട്രോങ് മഴയാണ്.
അങ്ങനെ മഴ നല്ല സ്ട്രോങ് ആയപ്പോൾ അതാ ചേട്ടൻ്റെ റെയിൻ കോട്ടൊക്കെ എടുത്തിടണം കേട്ടോ. ബോട്ടൊക്കെ നിർത്തി റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടു. ഞങ്ങളൊക്കെ ആയാലും നല്ല എൻജോയ് ചെയ്യാൻ കേട്ടോ. മഴയാണെങ്കിലും ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നില്ല. എല്ലാവരും വളരെ ഹാപ്പിയാണ് ബോട്ടിങ് ചെയ്യാൻ ഇങ്ങനെ ചാൻസ് കിട്ടിയത് ഓർത്തിട്ട്. പിന്നെ ചേട്ടൻ തന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തന്നു, ഫോട്ടോസും വീഡിയോസൊക്കെ. അപ്പോൾ അങ്ങനെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഞങ്ങളുടെ ബോട്ട് റൈഡ് ചെയ്തിരുന്ന ചേട്ടൻ. എന്തായാലും ജോജി, നമ്മൾ റിസ്ക് എടുത്തെന്ന് വന്നത് സാധിച്ചു. ബോട്ടിങ് രണ്ടാമത്തെ വരവ് സക്സസ്ഫുള്ളി, അതും മഴയത്ത് ബോട്ടിങ്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വന്നു, നടന്നില്ല. കഴിഞ്ഞ വർഷം മഴ കാരണം അവിടെ നിന്ന് തിരിച്ചുപോയി. വീഡിയോയിലേക്ക് നോക്കിട്ടാ ഇത് അല്ല ഇതിന് ഹായ് 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 ഹായ്. അപ്പം അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി ഞങ്ങൾ ഹോം സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ. അപ്പം ഇന്നത്തെ വൈകുന്നേരം നമ്മൾ ഹോം സ്റ്റേ എവിടെയാ സ്ഥലം? ഹോം സ്റ്റേ പനമരത്തേക്ക് ഞങ്ങൾ പോകണം. അപ്പോൾ അതാ ഞങ്ങൾ ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം ഇതാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ സെറ്റപ്പ്. ഞങ്ങളുടെ റിലേഷനിലുള്ള ഒരു ചേട്ടൻ വഴി തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു റൂമും സൗകര്യങ്ങളൊക്കെ. വാഷ്റൂം ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ഹീറ്ററൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ചൂടുവെള്ളമൊക്കെ യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും ഓക്കെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും നല്ല ടയേർഡാണ്. അപ്പോൾ ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആവട്ടെ ഇനി. അപ്പോൾ വീണ്ടും നമ്മുടെ സെക്കൻഡ് ഡേ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ബൈ ബൈ.